അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് കുപ്പിയിൽ ഒരു ഓണസദ്യ എങ്ങനെ ഒരുക്കാമെന്ന് നോക്കാം. ഞാൻ പോകുന്നത് ഈ ബോട്ടിലിന് നമുക്ക് ബ്ലാക്ക് പെയിന്റ് കൊടുക്കാം. നമ്മൾ ബോട്ടിലിന് പെയിന്റ് അടിച്ചു കഴിഞ്ഞു. അടുത്തത് നമ്മൾ വാഴയിലാണ് ഉണ്ടാക്കുന്നത്. അതിനായി ശില്പാർ എടുക്കാം. നമ്മൾ വാഴയില ചെയ്തു കഴിഞ്ഞു. വാഴയിലയിൽ ഉള്ളതുപോലെ വരകൾ വരച്ചു കൊടുക്കാം. നമുക്ക് വാഴയിലേക്ക് പച്ച കളർ പെയിന്റ് അടിക്കാം. ഈ ബോട്ടിലേക്ക് ഇല ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ ബോട്ടിലേക്ക് ഇല ഒട്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഇലയിലേക്ക് വിളമ്പാനായി സദ്യ ഒരുക്കണ്ടേ? ചോറും കറികളും ഉണ്ടാക്കാനായി നമ്മൾ ഗോതമ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഫെവിക്കോൾ ചേർത്തിട്ട് മാറ്റി വയ്ക്കാം. ചോറിനായി കുറച്ച് ഗോതമ്പ് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളത് ചതച്ചെടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് നമുക്ക് ഓരോ ഭാഗങ്ങളായി മാറ്റിയിട്ട് പച്ചടി, കിച്ചടി, അവിയൽ, തോരൻ അങ്ങനെ ഓരോരോന്നിനും ഇണങ്ങുന്ന കളർ കൊടുക്കാം. പഴവും പപ്പടവും പായസം വയ്ക്കാനുള്ള പാത്രവും ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ് ഉണങ്ങാൻ വേണ്ടി. നമുക്ക് ഓരോന്നായി ഇലകളിലേക്ക് വെച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇലയിലേക്ക് സദ്യ വിളമ്പിക്കഴിഞ്ഞു. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാ